വലിയജിന് ഡീൽ വിവാദമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അതിൻ്റെ ഒരു പുഷ് വരുന്നത്. വളരെ ശക്തമായിട്ട് അവരത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം LDFൻ്റെ ഭാഗത്തുനിന്ന് വരെ അവർ പല കണക്കുകളും പറയുകയുണ്ടായി. മറ്റേ തിരുവനന്തപുരം അടക്കമുള്ള ഭാഗങ്ങൾ വെച്ചിട്ട് പല കണക്കുകൾ പറഞ്ഞ് അതിനുശേഷം പിന്നീട് കാണുന്നത് വളരെ ശക്തമായിട്ട് ഒരു പ്രത്യാക്രമണം, അതേ ടൂൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ വളരെ ശക്തമായിട്ട് അവരത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ ഈ ഒരു വോട്ടിങ്ങിനെ, തെരഞ്ഞെടുപ്പിന് ഇത് എത്രത്തോളം ഡീൽ ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് പാലക്കാട് മണ്ഡലത്തിലാണ് ഡീൽ ആരോപണം ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉയർത്തുന്നത്. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി CPMൻ്റെ സ്ഥാനാർത്ഥിനെ ആദ്യം പ്രഖ്യാപിക്കുമ്പം പാലക്കാട് മണ്ഡലം ഒഴിച്ചിട്ടാണ് സ്വതന്ത്രം വരുന്നത് ഗോവിന്ദ മാഷ് പറയുന്നു. പിന്നീട് NMR റസാക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അപ്പോൾ അയാൾ മണ്ഡലത്തിന് പുറത്തേക്ക് അധികം, ജില്ലയ്ക്ക് പുറത്തേക്ക് അധികം അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദുർബലനായ സ്ഥാനാർത്ഥി വരുന്നത്. ശോഭയെ സഹായിക്കാനെന്ന് പറഞ്ഞാണ് ഇവർ ആദ്യം ആ വാദം മുന്നോട്ട് വരുന്നത്. അപ്പം അതിൽ പറഞ്ഞത് പിന്നെ വന്ന് രണ്ടാമത്തെ ഒരു വാദം മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റായി പോകും, അത് പിഷാരടിക്ക് തിരിച്ചടിയാണെന്നാണ്. അപ്പോൾ അതിൽ തന്നെ CPM തിരിച്ചു വെച്ചൊരു ചോദ്യം, ഇപ്പം മുസ്ലിം വോട്ടുകൾ ഷാഫി നിർത്തുമ്പോൾ ഈ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണോ ഇത് വേണ്ടതെന്നുള്ള ചോദ്യമാണ് വന്നത്. അപ്പോൾ അവിടെ വന്നത് അപ്പം തിരിച്ചു വന്നൊരു വാദം, നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി രാഷ്ട്രീയപരമായിട്ട് ശക്തനാണോ? രമേശ് പിഷാരടി എന്നൊരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു സിനിമാ താരം, അയാൾ വ്യക്തിപരമായി എല്ലാവർക്കും അറിയാം, കേരളം മൊത്തം അറിയപ്പെടുന്നതാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അയാൾ ശക്തനാണോ എന്നൊരു ചോദ്യം തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഡീല്, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡീൽ മറക്കാനാണോ ഈ ആരോപണം ഫസ്റ്റ് ഉന്നയിച്ചതെന്നുള്ളതാണ് ചോദ്യമാണ് LDF ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യത്തിന് തൊട്ട് പിന്നാലെ തന്നെ KC വേണുഗോപാൽ, ചെന്നിത്തലയായാലും ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ആയാലും എല്ലാവരും ഡീലായിട്ട് വന്നു. ആ ഡീൽ വരുമ്പോഴേക്ക് പ്രതിപക്ഷ നേതാവ് ഒരു 10ഓളം മണ്ഡലങ്ങൾ, മഞ്ചേശ്വരം ഉൾപ്പെടെ, കോന്നി ഉൾപ്പെടെ, ഈ തൃക്കാക്കരയിൽ, അങ്ങനെ പല മണ്ഡലങ്ങളും ഡീല് കൊണ്ട് കൂട്ടി വന്നു. അതിൽ ഒരു മുന്നോട്ടൊരു ലോജിക്ക് പറഞ്ഞാൽ പലയിടങ്ങളിലും പിന്നെ ഇപ്പം കോന്നി ഉൾപ്പെടെ മണ്ഡലങ്ങളായാലും അവിടെ BJPക്ക് സ്വാധീനം ഉള്ളിടത്ത് പോലും BDJS അല്ലെങ്കിൽ 2020 സ്ഥാനാർത്ഥികളെ കൊടുത്തിട്ട് അത്ര പ്രശസ്തരല്ലാത്ത സ്ഥാനാർത്ഥികൾ നിർത്തുന്നു, ദുർബലരായ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു. അത് ഈ ഡീലിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞത്. നേരെ മറിച്ചപ്പോൾ CPM കണക്കുമായിട്ട് വന്നു, ഈ SDPയുടെ കാര്യങ്ങളൊക്കെ വന്നു, മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ വന്ന സാധനങ്ങൾ വന്നു, തിരിച്ചു പറഞ്ഞു. ഡീൽ വിവാദത്തെ അതേ രീതിയിൽ തന്നെയാണ് CPM നേരിട്ടത്. ആദ്യം ഒരു ഡീലിൽ മാത്രം കുരുക്കിയിട്ടാണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് കൊണ്ടുപോകാൻ വേണ്ടി നോക്കി, അല്ലെങ്കിൽ UDF കൊണ്ടുപോകാൻ നോക്കിയത്. അതേ രീതിയിൽ തന്നെ CPM പ്രത്യാക്രമണം നടത്തിയപ്പോഴാണ് അത് വിട്ടിട്ട് മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴും ഡീൽ എന്നൊരു സാധനം വെക്കുന്നുണ്ട്. അതിൽ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇപ്പം വോട്ടർമാരായാലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, തോൽവി ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ ഡീൽ പറയുന്നത്? വട്ടിയൂർക്കാവായാലും കേബിൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളായാലും പാലക്കാടായാലും നിങ്ങൾ തോൽവി ഉറപ്പിച്ചു അല്ലേ? അപ്പം BJP പാലക്കാട് ജയിക്കും, CPM അവർക്ക് വോട്ടെടുക്കും, നിങ്ങൾ സ്ഥാനാർത്ഥി തോറ്റുമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർക്ക് ഉത്തരവില്ലാത്ത അവസ്ഥയാവുന്നുണ്ട്. അപ്പം VD സതീശൻ കൊണ്ടുവന്ന ആരോപണമാണ്. അത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പം പരസ്യപ്രചാരണം കഴിയുമ്പോഴേക്കും ഈ ആരോപണത്തിന്റെ ഇതാണെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റില്ല. ഇതിന്റെ കൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ശവം തൂക്ക് എന്നുള്ള പ്രയോഗം, സ്വരാജ് നടത്തിയ പ്രയോഗം, അതിൽ CPMൻ്റെ അണികൾക്കിടയിൽ വളരെ വ്യാപകമായിട്ട് അത് ഏറ്റെടുക്കപ്പെട്ടു. അത് വല്ലാത്തൊരു പ്രയോഗമായിരുന്നു, വളരെ ഭംഗിയുള്ള ഒരു പ്രയോഗമായിരുന്നു. ഫണ്ട് വിവാദമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതി, വയനാട് ഫണ്ട് വിവാദമായിട്ട്. അപ്പോൾ പക്ഷെ ഇതിൽ നോക്കുമ്പോൾ എത്രത്തോളം അത് ഈ CPMൻ്റെ ഒരു സർക്കിളിനകത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുകയും, അപ്പോൾ ഈ സ്വരാജിൻ്റെ തന്നെ ഒരു നേച്ചർ കണ്ടാൽ അറിയാം, നേച്ചറിൻ്റെ പോലെ അത് അദ്ദേഹത്തിൻ്റെ ഒരു സർക്കിളിനകത്ത്, അതായത് ഒരു പാർട്ടി സർക്കിളിനകത്ത് മാത്രം ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുക. പുറത്തേക്ക് എത്രത്തോളം അത് വോട്ടേഴ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും പ്രയോഗം, അത് വോട്ടേഴ്സിന് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കിടക്കുന്നുണ്ട് അതിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമുക്കറിയാം, ഒരു സർക്കാർ 2 പ്രാവശ്യം ഭരിച്ചൊരു സർക്കാർ, 10 വർഷം പൂർത്തിയാക്കുന്ന സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നൊരു, അത് നമുക്ക് മനസ്സിലുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഭരണവിരുദ്ധ വികാരം വോട്ടാവുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിലും പിന്നെ കോൺഗ്രസും UDFും പറയുന്നതാണ് ഭരണവിരുദ്ധ വികാരം വോട്ടാവുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഏതൊക്കെ മേഖലയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗത്തിനാണ് വികാരം ഉള്ളതെന്നും പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു വികാരം ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ. അവിടെ വരുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് പ്രചാരണത്തിന്റെ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്താണ് സ്വരാജ് വാർത്താ സമ്മേളനത്തിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ 2ാമത്തെ 3ാമത്തെ മാധ്യമ സമ്മേളനത്തിലാണ് അദ്ദേഹം ശവം തൂക്ക് എന്ന പ്രയോഗം എടുത്തിരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അത് കൊണ്ടിച്ചെന്ന് പറയില്ല, പക്ഷേ കോൺഗ്രസ് നേതൃത്വം എല്ലാം പൊള്ളിയിട്ടുണ്ടെന്ന് സംശയമില്ല. അതുവരെ ഒരു ഈ വയനാട്ടിലെ പിന്നെ ഫണ്ട് നമുക്കറിയാം, സർക്കാരിൻ്റെ വീട് ഒരുങ്ങുമ്പോഴേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ വീട് ഒരുങ്ങുന്നത് അന്നത്തെ അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നേതാക്കളും പല ഘട്ടങ്ങളിലായിട്ട് വീട് ഒരുങ്ങുന്നു, പണിയെടുക്കുന്നു. പലപ്പോഴും ഡിസംബർ 28 തറക്കല്ലിടുന്നു പറഞ്ഞു. അങ്ങനെ ടി സിദ്ദിഖ് ഉൾപ്പെടെ അല്ലെങ്കിൽ വി ഡി സതീശനും സണ്ണി ജോസഫും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള സമയത്ത് തന്നെ ഇവർ ഓരോ ഘട്ടത്തിൽ പണി തുടങ്ങുന്നു, ഈ മാസം തുടങ്ങും, അടുത്ത മാസം തുടങ്ങും എന്നൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ അതൊന്നും തുടങ്ങാൻ വേണ്ടി അവർക്ക് പറ്റില്ല. അങ്ങനെ നീണ്ടു പോയിരുന്നു. സർക്കാരിൻ്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട്, പട്ടയം കൈമാറിയിട്ടുണ്ട്, വീട്ടിലേക്ക് കയറി വരുന്നതേ ഉള്ളൂ, താമസം മാറുന്നേ ഉള്ളൂ. പക്ഷേ ആ ഘട്ടത്തുമ്പോൾ കോൺഗ്രസിനോട് ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങളെ പിരിച്ച കണക്കെവിടെ ചോദിക്കുമ്പോൾ അത് അവർക്ക് പറയുന്ന ഒരു ഉത്തരവുണ്ടായിരുന്നില്ല. അവർ അതുണ്ട്, ഇപ്പം വി ഡി സതീശനായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ, അദ്ദേഹത്തിൻ്റെ രീതിയിൽ പണി തുടങ്ങി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് പോയത്. അപ്പോൾ ഇതൊന്നും പറയുമ്പോൾ അവിടെ ഇതുണ്ടായില്ല. പക്ഷേ ഈ സ്വരാജ് വന്നിട്ട് ശവം തൂക്ക് എന്നൊരു പ്രയോഗം, അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ജയിലിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് രസകരമായിട്ട് ആ ഒരു പദം മലയാളത്തിന് സംഭാവന ചെയ്തപ്പോൾ ആ ശവം തൂക്കിൽ അത് ഈ പറഞ്ഞ സൈബർ ഇടത്തിലായാലും അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു സർക്കിളിലായാലും അത് ഏറ്റെടുത്തപ്പം ഇത് അപകടമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയാൻ വേണ്ടി പറ്റി. ആ തിരിച്ചറിവിലാണ് സണ്ണി ജോസഫ് വന്നിട്ട് ഒരു കണക്ക് തട്ടിക്കൂട്ട് കണക്ക് CPM പറയുന്നു, ഒരു കണക്ക് അവതരിപ്പിക്കേണ്ടി വന്നു. ആ കണക്കിനെ പിടിച്ചിട്ട് വീണ്ടും ചർച്ചകൾ. ഈ രാജു പി നായർ എന്നൊരു കോൺഗ്രസ് നേതാവാണ് ഇതിനെല്ലാം തുടക്കൂട്ടത്. അയാളോടുള്ള കടപ്പാട് എന്തായാലും CPM-ന് ഉണ്ടാവും. അവരെ തുടക്കൂട്ട് കഴിഞ്ഞത് പറഞ്ഞപ്പോഴേക്ക് ഇവരാകെ പ്രതിരോധത്തിലായി. പിന്നെ കണക്ക് ഇവർ ചോദിക്കുന്നു, CPM-ന് കണക്കുന്നു, CPM കണക്ക് കൊടുക്കുന്നു, DYFI കണക്കുന്നു, DYFI കണക്ക് കൊടുക്കുന്നു, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് വ്യക്തമായില്ല. DYFI 20 കോടി മറ്റും ഉണ്ടാക്കിയെന്ന് പറയുമ്പം കോൺഗ്രസ് ആകെ കിട്ടിയത് 5 കോടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇപ്പം കോൺഗ്രസ് പറയുന്നത് CPM ഒന്നും ചെയ്തില്ല, DYFI ചെയ്തില്ല, സർക്കാർ വീട് വെച്ചതെന്ന് പറഞ്ഞത്. അവരെന്നെ പറയുന്നത് തെലങ്കാന സർക്കാർ നമുക്ക് വീട് കൊടുത്തിട്ടുണ്ട്, കർണാടക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർണാടകയിലൊക്കെ സർക്കാർ കൊടുക്കുന്നു, ഈ പറഞ്ഞ പാർട്ടികളെല്ലാം കൊടുക്കുന്ന മറുചോദ്യമുണ്ട്, അത് വേറൊരു ഘടകം. പക്ഷേ ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് എന്നൊരു സംഘടന അല്ലെങ്കിൽ ഇവരെ ഘടകകക്ഷി ആ ഒരു പാർട്ടി ഈ വീട് കൈമാറി കഴിഞ്ഞു, സർക്കാരിന് മുന്നേ അവർ വീട് കൈമാറി കഴിഞ്ഞു. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവരെയും ബാധിക്കുന്നതാണ്. ഈ കോൺഗ്രസ് ആദ്യം പറഞ്ഞ സ്ഥലം കിട്ടിയില്ല, അല്ലെങ്കിൽ അനുമതി ലഭിച്ചില്ല, അങ്ങനെ പലതും പറഞ്ഞിട്ടാണ് ആദ്യമൊക്കെ ഇവർ പറഞ്ഞല്ലോ സർക്കാർ പഞ്ചായത്ത് അനുമതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് വരുന്നത്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വർഷകാലത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു വീടിനുള്ള അനുമതി മാത്രമേ, അപേക്ഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കോൺഗ്രസ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ലീഗ് ഇതൊക്കെ കൈമാറിയിട്ട് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നെന്ന് അന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. എനിക്കൊന്നും അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന PK ബഷീറാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറയുന്നുണ്ട് സർക്കാരിൻ്റെ സപ്പോർട്ടോടെ നമ്മൾ ചെയ്തത് വലിയൊരു കാര്യം ചെയ്തെന്ന്. അപ്പം കോൺഗ്രസ് ചുരുക്കി ചെയ്യേണ്ടത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വി ഡി സതീശൻ്റെ ആ ശൈലിയിൽ, അതായത് വാസ്തവമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം വസ്തുതയുടെ കാര്യങ്ങളെ പറഞ്ഞു പോരെങ്കിൽ വിശ്വാസം എടുക്കാൻ പറ്റുമായിരുന്നു. അവിടെ കോൺഗ്രസ് തെറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഇപ്പോൾ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. വാക്കിന് ഇങ്ങനെ പല ഇതിന് മുമ്പുണ്ട പല ദുരന്തങ്ങളിലും ഇതുപോലെ കോൺഗ്രസിന് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഫണ്ട് പിരിച്ചിട്ട് വീട് കൊടുക്കാത്തെല്ലാം പറഞ്ഞത് അതൊക്കെ ഉണ്ടാകുമ്പോൾ അത് വെച്ചിട്ടൊക്കെ പറയണമായിരുന്നു. പക്ഷേ ലീഗും കോൺഗ്രസും ഉണ്ടാക്കിയത്, ഈ ആപ്പ് ഉണ്ടാക്കിയത് ഒരേ ഒരു ടീം ആ ആപ്പ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് പറയുന്നത്. ലീഗിൻ്റെ ആപ്പ് ഇപ്പോഴും ഓടിയുണ്ട്, അതിൽ കയറി കണക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കോൺഗ്രസിൻ്റെ ആപ്പേ മുക്കിയിട്ടുണ്ട്. അവിടെയാണ് ആപ്പ് കാണുന്നില്ല പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഫണ്ടിലേക്ക് വരുന്നത്. ഫണ്ട് കിട്ടുന്ന ആകെ 5 കോടി കിട്ടുമെന്ന് ഈ പറഞ്ഞ DYFI ലീഗും കോൺഗ്രസിനും നമുക്ക് CPM-നെയും DYFI-നൊക്കെ വിടാം. അത് ഭരണത്തിൻ്റെ ഉണ്ട്. ഒരു പറയുന്ന പോലെ അവർ കള്ളക്കണക്ക് ഉണ്ടാക്കുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞു പോട്ടെ. ലീഗ് കോൺഗ്രസിന് വിശ്വസിക്കാവുന്ന സംഗതിയാണല്ലോ. ലീഗ് പിരിച്ചിട്ട് ഇതിനൊക്കെ പൈസ കിട്ടുന്നുണ്ട്, ലീഗ് പിരിച്ചിട്ട് വീട് വെക്കുന്നുണ്ട്, ലീഗിൻ്റെ വീട് കൈമാറിയിട്ടുണ്ട്. ആ ലീഗിൻ്റെ കണക്ക് ആപ്പിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. കോൺഗ്രസിന് ഇതൊന്നുമില്ല. കോൺഗ്രസ് മിനിമം ചെയ്യേണ്ടത് ലീഗിനെ കണ്ടങ്ങ് പഠിക്കണം. CPM-നെ കണ്ടോ DYFI-നെ കണ്ടോ പഠിക്കണം എന്ന് പറയുന്നില്ല. ഈ വിഷയത്തിൽ മുമ്പ് ഇത്തരം ആരോപണങ്ങൾ പഠിച്ചിട്ടുണ്ട്. കത്വ ഫണ്ട് പോലുള്ള വിവാദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സുതാര്യമായി കൂടി ചെയ്യാൻ വേണ്ടി പറ്റി. ഈ പറഞ്ഞ കേട്ട തന്നെ ഇതിനേക്കാൾ ഈ വയനാട്ടിൽ ചെറിയ പോലീസ് അസോസിയേഷൻ പോലെ ചെറിയ സംഘടനകളൊക്കെ വീട് നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസ് സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ശരിക്കും വിശ്വാസ്യത ഈ ഒരു വിഷയത്തിലാണ് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളെല്ലാം ഈ ശവം തൂക്കം കൊണ്ടുപോയിട്ട് സ്വരാജ് കോൺഗ്രസിനെ തൂക്കിയടിച്ചവിടെ വെച്ചിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു പ്രശ്നം ഉള്ളത് സ്വർണ്ണക്കൊള്ള വിവാദമാണ്. ഈ സ്വർണ്ണക്കൊള്ള വിവാദത്തിൻ്റെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കാണേണ്ടത് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ പെട്ടിട്ടുണ്ട്. പിന്നെ BJP-ക്കാർ പെടാത്തതിന് കാരണം അവർ ദേവസ്വത്തിൽ ബാധിക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും ഈ വിഷയത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇതിൽ ഒരു എന്താ പറയുക, ഒരു പ്രതിച്ഛായ നഷ്ടം ശരിക്കും CPM-നാണ് അല്ലെങ്കിൽ സർക്കാരിനാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകിച്ച് നമുക്ക് മുമ്പുള്ള അനുഭവങ്ങൾ ശബരിമല ഇമ്പാക്റ്റ് ഒക്കെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇത് എത്രത്തോളം ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ്, കാരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമിതി പ്രസിഡന്റ് ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ഒരു അത് എനിക്ക് വന്നത് ഒരു പിന്നെ ഇപ്പം പാർട്ടി കേഡർ വോട്ടുകൾക്ക് പുറത്തേക്ക് പോകുമ്പം ഒരു ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ശബരിമല പറഞ്ഞത് ഹൈന്ദവർക്ക് ഒരു വികാരമാണ്. ഇപ്പം മലബാറുകൾക്ക് പറശ്ശിനിക്കടവ് പറയുന്നവരാണ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് അത് ഇങ്ങോട്ട് മാത്രമല്ല മൊത്തത്തിൽ ശബരിമല ഒരു വികാരം തന്നെയാണ്. അത് അന്നത്തെ കാലത്ത് CPM നന്നായിട്ട് പൊള്ളിയതാണ്, ഒരു മുന്നൊരുക്കമില്ലാതെ ആ ശബരിമല യുവതി പ്രാവശ്യം വിധിനെ സമീപിച്ചത്. ഇപ്പോഴും ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ചയാണല്ലോ, വീണ്ടും ചർച്ചയാണ് നമ്മൾ പറയുമ്പോഴും അത് പൊള്ളുന്ന എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇതിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഉള്ള പിന്നെ സ്വർണ്ണം കെട്ട താരപ്പാന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പം പിന്നെ വീട്ടിൽ പോയി ചോദിക്കുന്ന പിണറായിയുടെ മറുപടിയൊക്കെ ചേർത്ത് വെച്ചിട്ട് ട്രോളൊക്കെ ഇറക്കി നല്ല രസകരമായിട്ട് അത് CPM കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോണിയാഗാന്ധിക്കൊപ്പം ഈ പ്രതികൾ അല്ലെങ്കിൽ ആന്റണിക്കൊപ്പം ഇവർ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത ആരൊക്കെയാണ്? CPM കാരെയാണ്, LDF-കാരെയാണ്. അപ്പം ഇപ്പം ഇവർ വെച്ച് പറയുന്ന പോലെയാണെങ്കിൽ ആടെ എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല? ഇനി കോൺഗ്രസ് വന്നിട്ടാണ് ഇവരെ പഠിക്കേണ്ടത് അധികാരമായിട്ട്? ഇവർക്ക് അവിടുത്തെ അന്വേഷണം എത്തിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറഞ്ഞ സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ട് പത്മകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോകുന്നുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ ഇപ്പം കോൺഗ്രസിന്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, സ്വർണ്ണം കെട്ടതാരാണ് ഈ പറഞ്ഞ സോണിയാഗാന്ധിന് മറ്റു ആരോപണം ഉന്നയിക്കുമ്പോഴും ജയിലിൽ കിടന്നത് സോണിയാഗാന്ധി ടീമാണോ? അല്ല, അത് ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിൽ വന്ന ആൾക്കാരാണ്. ഇതിലിപ്പോൾ സർക്കാരിന് അനുകൂലമായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സുതാര്യമായിട്ട് അന്വേഷണം കൊണ്ടുപോയി. ഇത് പാർട്ടിയിൽ നിന്നൊന്നുമില്ലാതെ അമ്പലം വിഴുങ്ങികൾ എല്ലാ കാലത്തും എല്ലാ സർക്കാരിനും കാലത്തുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അമ്പലം വിഴുങ്ങുകൾക്കെതിരെ ഫസ്റ്റത്തെ നടപടി വരുന്നത്. അപ്പൊ ആ ഒരു സംഗതി പറഞ്ഞ് നിൽക്കാമെങ്കിൽ പോലും പക്ഷെ അത്രത്തോളം ജനങ്ങളുടെ വാദം മാത്രമേ. പക്ഷേ ഇത് ഇപ്പൊ പറഞ്ഞ സ്വർണ്ണക്കടയിൽ പിടിച്ച CPM കാരാണ്, അവിടെ തീർന്നു ആ വാദത്തിന്റെ. കോൺഗ്രസ് പറയുമ്പോൾ നിങ്ങൾ അതുകൊണ്ട് പിടിച്ചില്ല, നിങ്ങളല്ലേ വരിക്കുന്നത്, നിങ്ങൾക്ക് പിടിച്ചുകൂടെ എന്നുള്ള ചോദ്യം വരും. അതിന് മറുപടി വരാൻ വേണ്ടി CPM പറ്റില്ല. അപ്പം ഈ പറഞ്ഞ ശബരിമല ഒരു വിഷയം എന്തായാലും പൊള്ളും, അതിന്റെ ഒരു ഇത് എന്തായാലും ഇവിടെ വരും. പക്ഷെ ഇപ്പൊ അതിലാണ് സതീശൻ കൊണ്ടുപോയി ഡീല്, അവിടെ ആ മണ്ഡലം ഉൾപ്പെടെ ഡീൽ അടക്കുന്നതൊക്കെ പറഞ്ഞ് തിരിച്ചു മറിച്ചു വിടുന്നത്. അതും അത് ചേർത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇത് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പം CPM സൈബർ മീഡിയയിൽ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ നേതാക്കൾ വന്ന് സ്വർണ്ണം കെട്ടവനാരപ്പം അതിലെ പാട്ട് പാടുമ്പോൾ അതിന് മറുപടി കൊടുക്കാനും ഈ ഫോട്ടോ ഇടാനൊക്കെ സൈബർ എടുത്ത് പറ്റുന്നുണ്ടെങ്കിലും ഈ സാധാരണക്കാരിലും വിശ്വാസികൾക്കിടയിലും അതിന്റെ ഇത് വരുന്നത് അറസ്റ്റിലായത് ഇവരൊക്കെയാണ് എന്നൊരു വസ്തുത കിടക്കുന്നുണ്ട്. അതിനെ എത്രത്തോളം മറക്കാൻ വേണ്ടി CPM പറ്റും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു വിഷയമായിട്ട് തന്നെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വിശ്വാസപരമായിട്ടുള്ളൊരു വിഷയം വരുന്ന FCRA ഫണ്ടിന്റെ വിഷയങ്ങളാണ്. അതിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ച് അവർ ശരിക്കും ഒന്ന് കുടുങ്ങിപ്പോയ ഒരു സംഗതിയാണ്. കേന്ദ്രം അങ്ങനെ ഒരു നീക്കം ഈ സമയത്ത് നടത്തിയത് വലിയൊരു തിരിച്ചടി അവർക്ക് ആയിട്ടുണ്ട്. ഘട്ടത്തിൽ അങ്ങനെ ഒന്ന് വരുന്നുള്ളത്. അപ്പോൾ അത് നിലവിട്ടു പോയത് എനിക്ക് തോന്നുന്നത് പൂഞ്ഞാറില് PC ജോർജ് കൈവിട്ട് വർത്തമാനം പറഞ്ഞു. പക്ഷെ അതൊന്നും ഈ ക്രിസ്ത്യൻ നേതൃത്വത്തിന്റെ ഒരു കാര്യത്തിൽ അങ്ങനെ വൈകാരികമായിട്ടല്ല അവർ നിലപാടെടുക്കാറുള്ളത്. അവർ അവരുടെ കൃത്യമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് നിലപാടെടുക്കുക. അപ്പോൾ പൂഞ്ഞാറിലെ MLA പൂഞ്ഞാറിലെ എന്താ പറയാ അതെ പുള്ളിയുടെ വാക്കുകളെ ബേസ് ചെയ്തിട്ട് അവരൊന്നും എടുക്കില്ല. പക്ഷെ ഇതൊരു വലിയ വിഷയമാണ്. അത് ജനങ്ങള് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ കാണും. ഇപ്പോൾ ഈസ്റ്റർ ദിന സന്ദേശത്തിലൊക്കെ പല സഭകളിലെ അധ്യക്ഷന്മാർ പറയുമ്പോൾ പറയുന്നുണ്ട് FCRA പിൻവലിച്ചിട്ടില്ല, അത് മാറ്റിവെച്ചിട്ടേ ഉള്ളൂ. ആ വിഷയം ചർച്ച അത് വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അവർ പറയുന്നുണ്ട്. അത് അവിടെ അത് വാണിംഗ് തന്നെയാണ് BJPക്ക് ഉള്ളത്. നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇവർക്കെതിരെയാണെന്നത് എത്രത്തോളം സഭകളിൽ പിന്നെ അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഇവരെ എന്താ പറയേണ്ടത് വിദേശ ഫണ്ട് വരുന്നത് ഈ അനാഥാലയം പോലുള്ള അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളെ ഇങ്ങനെ ബാധിക്കുന്നത് രണ്ടാമതൊരു വിഷയമാണ്. പക്ഷെ അവർ നരേഷൻ LDF-ഉം UDF-ഉം ഒരുപോലെ ഈ വിഷയം ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ ഫണ്ട് വരവിനെ മൊത്തം ബാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ വരിഞ്ഞ് മുറുക്കാനുള്ള വരികയാണെന്ന് പറഞ്ഞ് ബാധിക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ടെൻഷൻ ഒരു ആശങ്ക അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ PC ജോർജിന്റെ കേസിൽ PC ജോർജിന്റെ ലൈസൻസ് ഉള്ളതാണ്. ഇങ്ങനത്തെ എന്ത് ആർക്ക് വരെ ഇപ്പം പള്ളിക്കാരുടെ ആർക്കെല്ലാം പറയുന്ന ലൈസൻസ് ഉണ്ട്. അത് PC ജോർജ് അല്ലെങ്കിൽ ഇത് വലിയ വിഷയമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ വേറൊരു നേതാവായിരുന്നെങ്കിൽ വലിയ ചർച്ച BJP നേതാവായിരുന്നെങ്കിൽ PC ജോർജിന്റെ നമുക്കറിയാലോ. PC ഇപ്പം BJP എത്തിയതിനു ശേഷം പ്രസ്താവനകളൊക്കെ കുറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പിറ്റേ ദിവസം ക്ഷമ ചോദിച്ചിട്ടുണ്ട്. പഴയ PC ആണെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ, നമ്മൾ ചാനൽ ലൈവായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം ക്ഷമ ചോദിച്ച് 1-2 വിഷയത്തിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. ആ ഒരു മാറ്റമുണ്ട്. അത് ഈ PC ഒരു വിഷയമല്ല, പക്ഷേ FCRA ഒരു ചർച്ചാ വിഷയമായിട്ട് തന്നെ നിൽക്കും. ഈ BJP കേരളത്തിൽ മെമ്പറെ കേക്ക് കൊണ്ടുപോകും നമ്മൾ പറയുന്നത്. കാരണം കുറേ കാലങ്ങളായിട്ട് BJP വോട്ടുകളാണ് അവർ ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളൊക്കെ അവർ വലിയ തോതിൽ പിടിച്ചെടുക്കുന്ന ഒരു ഇതായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ടാണ് അവസാനം. ഇതിലിപ്പോ FCRA വിഷയത്തിൽ സഭ കുറെ കൂടി പ്രായോഗികമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന കരുതാൻ കഴിയും. കാരണം അതും അവരുടെ പൂർവ്വകാല രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രായോഗികമായിട്ടുള്ള
സമീപനത്തിലേക്കേ പോകൂ. അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു BJPക്ക് ബ്ലാറ്റിൻ്റെ അതിനെതിരായിട്ട് വളരെ ഇതായിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മറ്റൊരു വിഷയം വരുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ജി സുധാകരൻ്റെ വിഷയമാണ്. അപ്പോൾ ജി സുധാകരൻ വളരെ കൈവിട്ട് വാവിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെ പെരുമാറിയിട്ടില്ല, അങ്ങനെ ആയിരുന്നില്ല. കുറച്ച് കവിതയൊക്കെ എഴുതായിരുന്നു അല്ലാതെ ഇങ്ങനെ വാക്കുകൾ വിട്ടുപോയിരുന്നില്ല. അപ്പോൾ ആ ഒരു പരിഭ്രാന്തി അവിടുത്തെ തിരിച്ചടിയെ ഭയന്നിട്ടാണോ അതോ ഇനി പ്രായാധിക്യത്തിൻ്റെയോ അല്ലെങ്കിൽ വെയിലിന് ചൂടിൻ്റെയോ എന്തായിരിക്കും അല്ല, അത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ പ്രായത്തിൽ പിന്നെ അദ്ദേഹത്തിന് തീരുമാനം ഏകദേശം മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു സ്ഥാനാർത്ഥിത്വം. അത് MABയുടെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ആയിരുന്നു. പിന്നെ ചിരിയുടെ പേരിലൊക്കെ അങ്ങനെ പറഞ്ഞു പോയതാണ്. അത് മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവർ പറഞ്ഞപ്പോൾ ഇപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തിയിട്ട് സുധാകരനെ കൈപിടിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. CPM-ന്റെ അപജയം എന്ന് പറയുന്നുണ്ട്, മുതിർന്ന നേതാവ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജി സുധാകരൻ ഒരു മുതിർന്ന നേതാവായിരുന്നു, പാർട്ടി ക്ലാസ് എടുത്തിരുന്ന നേതാവിനായിരുന്നു. അതിലൊക്കെ അദ്ദേഹം കൊണ്ട് കളഞ്ഞത് ഭുവനേശ്വറിൻ്റെ രക്തസാക്ഷിത്വം. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയി. ആദ്യത്തെ മറ്റേ വാർത്താ സമ്മേളനത്തിൽ ആ ചോദ്യങ്ങൾക്ക് അവിടെയും പിഴച്ചുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊന്നത് SFIക്കാരാണെന്ന് പറയുമ്പോൾ അവിടെയും പിഴച്ചു പോയിട്ടുണ്ട്. ഇത്രയും കാലങ്ങളോളം ഭുവനേശ്വർ എന്നൊരു രക്തസാക്ഷി അല്ലെങ്കിൽ ആ രക്തസാക്ഷി വികാരം CPM-ന്റെ രക്തസാക്ഷി എന്നുള്ള ഇത് നമുക്കറിയാം. അതും കൂടെ ആളിക്കത്തിച്ചിട്ടാണ് സുധാകരൻ നിന്നിരുന്നത്. സുധാകരൻ്റെ നിലപാട് അതായിരുന്നു. കഴിഞ്ഞ ഈ പറഞ്ഞ രക്തസാക്ഷി നമ്പർ അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം മുതൽ തിരിച്ചു പറയുമ്പോൾ അവിടെ സുധാകരന് ഇപ്പോൾ 2 വോട്ട് കിട്ടുന്ന ആ 2 വോട്ടും പാർട്ടി വോട്ടുകൾ പോകും. പിന്നെ ഈ പറഞ്ഞ UDF-ന്റെ വോട്ടുകൾ കിട്ടും. നിഷ്പക്ഷ വോട്ടുകൾ സുധാകരൻ ഒരു മന്ത്രി നമുക്കറിയായിരുന്നു, ഒരു നേതാവ് നമുക്കറിയായിരുന്നു. അപ്പോൾ അതിലൊരു മാറ്റമുണ്ടല്ലോ. ഇപ്പം സന്ദീപ് വട്ടം പറഞ്ഞ പോലെ തന്നെ അവസാനം എത്തുമ്പോഴേക്ക് അദ്ദേഹം പറയുന്നതെല്ലാം കൈവിട്ട് പോവാണ്. ഇപ്പം എന്തോ അക്രമമൊക്കെ ഭയന്ന് കോടതിയുടെ ഇത് മേടിക്കാൻ വേണ്ടി പോവാണ്, സുരക്ഷ ഇടാനൊക്കെ പോകാന്ന് പറയുന്നത്. അദ്ദേഹം കൈവിട്ട് പോയ രീതിയിലാണ് സംസാരിക്കുന്നത്. അത് വല്ലാത്തൊരു അത് UDF-ന് തിരിച്ചടിയാവും. അദ്ദേഹത്തിന് സുധാകരൻ ഇപ്പം നമ്മൾ ഒരുപാട് നേതാക്കൾ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. അവസാന നിമിഷം എന്നാലും ബഹുമാനം കിട്ടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ രക്തസാക്ഷിത്വത്തിന് ഈ ഭുവനേശ്വർ തള്ളി പറഞ്ഞില്ലേ, അത് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു തെറ്റായിട്ട് തന്നെ അവിടെ നിൽക്കുന്നതിനൊക്കെ തോന്നുന്ന വിഷയമാണത്. അത് ഈ നമ്മൾ പറഞ്ഞ വോട്ടർമാരധികം ബാധിക്കാമെന്ന വിഷയമല്ല. പക്ഷേ അതൊക്കെ കിട്ടേണ്ട പാർട്ടി വോട്ടും കൂടി നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും, സംശയമില്ല. പിന്നെ മറ്റൊരു വിഷയം നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥിരമായിട്ടുള്ള പ്രയോഗങ്ങളുടെ പ്രശ്നമാണ്. പക്ഷെ ചെറ്റത്തരം എന്നുള്ള പ്രയോഗം അത് ശരിയാണ്, ചെറ്റത്തരം എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ചെറ്റ് എന്നുള്ള വാക്കിന് വേറെന്തോ അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യായങ്ങളും വരുന്നുണ്ട്. അത് പ്രകാശം പരത്തുന്നതുകൊണ്ട് പറഞ്ഞ പോലത്തെ ഒരു ന്യായമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ പിണറായിക്ക് ഈ പൂഞ്ഞാറിലെ PC ജോർജിന് കിട്ടുന്ന പോലത്തെ അത്ര ആ ഒരു തരത്തിലല്ലെങ്കിലും ഒരു ലൈസൻസറാണ് ചില രൂക്ഷമായ പ്രയോഗങ്ങൾക്ക്. വളരെ കാലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ രൂക്ഷമായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ വളരെ സീരിയസ് ആയിട്ട് വോട്ടേഴ്സ് കാണുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തന്നെ പല കാലങ്ങളിൽ നടക്കുന്നവരാണ്. അത് ആ രീതിയിലൊക്കെ പോകുന്ന ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഇപ്പൊ രേവന്ത് റെഡ്ഡിക്കെതിരെ പറഞ്ഞത് സോഷ്യൽ മീഡിയ ചർച്ചയാണ്. ഡാഷ് മോനെ രേവന്റെ മറുപടി പിന്നെ ലഭിക്കുന്നതിൽ പറഞ്ഞത്. പക്ഷെ അതിനും കൃത്യമായിട്ടൊരു മറുപടി പറയുമ്പോൾ നമുക്ക് അത് കൊടുക്കേണ്ട മറുപടിയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം പോ മോനെ വിജയ എന്ന് പറയുന്നത് പ്രസംഗത്തിൽ പറഞ്ഞു, അന്ന് മുഖ്യമന്ത്രി മറുപടി നൽകില്ല അല്ലെങ്കിൽ CPM മറുപടി നൽകില്ല. ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ പിന്നെ രേവന്ത് റെഡ്ഡിയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയ ഒരു കുറിപ്പിന്റെ അവസാനം ഈ സാധനം വെച്ചിട്ടുണ്ട്, നീ പോ മോനെ വിജയ എന്നുള്ളത്. അങ്ങനെ ഒഫീഷ്യലായിട്ടൊരു മറുപടി ഒരു കത്ത് മുഖ്യമന്ത്രി അയക്കുമ്പോൾ അതിനുള്ള മറുപടിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് പറഞ്ഞാൽ പോലും ഒരു മുഖ്യമന്ത്രി അത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ പറയണമെന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഡാഷ്മാൻ എന്ന് വിളിക്കുന്നത്. രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പറയണമോ എന്ന് അദ്ദേഹം സ്വയമേവ ചിന്തിക്കണം. ഇതിനുള്ള മറുപടി ആയിട്ട് പറയാം ഡാഷ് മോനെ രേവന്ത് മറുപടി പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പിണറായി എല്ലാ കാലത്തും തുടർന്നതാണ്. അത് ഞാൻ കാണുന്നത് ഈ പറഞ്ഞ പോലെ ചർച്ചയാക്കാൻ വേണ്ടി വരുന്ന വിഷയമാണ്. ഈ അവസാന വിഷയത്തിൽ വോട്ടർമാരുടെ ചർച്ചയാകുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഇടത്ത് ഒരു സൈബർ സ്പേസിലും അല്ലെങ്കിൽ യുവാക്കൾക്കിടയിലും അതൊരു ആവേശം നൽകുന്ന കാര്യമാണ്. എടാ വിളിക്കുമ്പോൾ പൊടാന്ന് പറയുന്ന ഒരു ശൈലിയാണ് CPM അധികാലത്തും പറഞ്ഞത്. അപ്പൊ എടാ പൊടാ അത് ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുന്ന രീതി അത് മുഖ്യമന്ത്രി കാണിച്ചിരുന്നേ ഞാൻ കാണുന്നുള്ളൂ. അതിപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം. പിന്നെ ബജറ്റ് വിഹിതത്തെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ട് ഒരു മന്ത്രി പറഞ്ഞതിന് പിന്നെ അവന്റെ അപ്പ വീട്ടിൽ നമ്മൾ ചോദിച്ചത് മറുപടി ഒരു മന്ത്രി പറഞ്ഞിരുന്നു. അതിന് കിട്ടിയ സ്വീകരണമുണ്ട്. അത് നേരെയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വേണമോ എന്നുമല്ല പറയുന്നത്. പക്ഷേ ചില മറുപടികൾ അറിയിക്കുന്നതാണ്, ചോദിച്ചു വാങ്ങുന്നതാണ്. അതങ്ങനെ തന്നെ കാണേണ്ടി വരും. ഈ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുമ്പോൾ അതും ചരിത്രം എന്ന് പറഞ്ഞാൽ അതിനെ ചെറ്റ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാണ് സുധാകരന്റെ കേസിലേക്ക് കൊണ്ടുപോയത്. അതും ഈ പറഞ്ഞ പോലെ പിണറായി നേരത്തെ പറഞ്ഞതും നമുക്ക് പ്രേമേന്ദ്രനെ പറഞ്ഞൊക്കെ അറിയാം. ഒരു കണക്ക് പറഞ്ഞത് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവും. പക്ഷേ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവ് ഇത് പറയണമെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് വോട്ടർമാരെ സ്വാധീനിക്കുന്നില്ല. PC ജോർജ് നമ്മൾ പറഞ്ഞാൽ അവർ വിടും. ഇത് മുഖ്യമന്ത്രി അല്ലേ, അയാൾ അങ്ങനെ പറയും രാഷ്ട്രീയമാണെന്നുള്ളത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അയാൾ കൊടുക്കണം മാസ് മറുപടിയാണെന്ന് പറഞ്ഞ് പോകാണ്ട് അത് വോട്ടർമാർ
വോട്ടർമാരെ എത്രത്തോളം ബാധിക്കുന്നില്ല സംശയമാണ്, കാര്യമില്ല. അതുപോലെ പയ്യന്നൂരും തളിപ്പറമ്പും എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നത്തിന്റെ രണ്ടു വശങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. പയ്യന്നൂരിലാണെങ്കിൽ പാർട്ടി ജീർണതയുടെ ഒരു വിഷയമാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ അപ്പുറത്ത് പാർട്ടി ജീർണത സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു നേതാവ് എങ്ങനെ ഇത്രയും കാലം പാർട്ടിയിൽ പിടിച്ചു നിൽക്കുകയും ഇത്രയും വളർന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ പദവികളുള്ള പാർട്ടി പദവികളിൽ ഉള്ള ഒരാള് വളരെ പാർട്ടിക്കാരി അല്ലാത്ത വളരെ പാർട്ടി രാഷ്ട്രീയ പക്വതയില്ലാത്ത മറുപടികളായിട്ട് വരുന്നത് അത് വലിയ അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ പയ്യന്നൂരിലാണെങ്കിൽ വലിയൊരു പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ച്. തീർച്ചയായും പയ്യന്നൂരിൽ ഇപ്പോൾ പറഞ്ഞാൽ 40-49,000 ഭൂരിപക്ഷം TMS ഇപ്പോൾ ഉണ്ട്. പക്ഷെ അവിടെ ഭൂരിപക്ഷം കുറയുകയാണെങ്കിൽ ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അതിന് ഒരു വിലയുണ്ട്. അത് പയ്യന്നൂർ വില. അതിൽ ഏറ്റവും അവസാനം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രചരണം നടത്തുന്നതും അല്ലെങ്കിൽ ഒരു ഫ്ലെക്സുകളും പോസ്റ്ററും അങ്ങനെ അടിക്കുക കോലാഹലങ്ങളെ നടത്തുന്ന മണ്ഡലമായിട്ട് പയ്യന്നൂർ മാറിയിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അവിടെ പറഞ്ഞ് ഈ UDFന്റെ പിന്തുണ അദ്ദേഹം സ്വീകരിക്കുന്നു. UDFന്റെ വേദിയിൽ അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിന് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. അത് പാർട്ടിക്കുള്ള തന്നെ ഈ പറഞ്ഞ മേഖലകളെല്ലാം ഉണ്ട്. പയ്യന്നൂരിലെ മേഖലകളൊക്കെ സ്വന്തം മേഖലയിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് പറയുന്നത്. അടിയൊഴുക്കുകൾ ഉണ്ടാവുന്ന പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇയാളെ സപ്പോർട്ട് ചെയ്തൊരു അവസാന നിമിഷം മാറുന്നത് അദ്ദേഹം UDFന്റെ വേദിയിൽ അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിന്റെയും RSPയുടെയും ലീഗിന്റെയും ഷാൾ അണിഞ്ഞ് വരുന്നു പറയുമ്പോൾ അവര് കുഞ്ഞികൃഷ്ണൻ എന്ന് കണ്ട ഒരു വിമത നേതാവിനെയല്ല, അവര് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇപ്പം CPM ഉത്തമ കമ്മ്യൂണിസ്റ്റ് കളിയാക്കുന്നുണ്ട്. പക്ഷെ ആ വോട്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കാർക്കിടയിൽ അയാൾ അങ്ങനെ ആയിരുന്നു, ആ ബിംബം അങ്ങനെ ആയിരുന്നു. കാരണം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് പറയാനൊരു നേതാവ് ഉണ്ടെന്നായിരുന്നു. അങ്ങനെ കണ്ടൊരു നേതാവ് നേരെ ഈ സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത്. UDFന്റെ പിന്തുണ സ്വീകരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പിന്റെയാണ്. പക്ഷെ നാട്ടുകാർ ഇപ്പൊ നോക്കുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ വരുമ്പോൾ സാധാരണ പറഞ്ഞ കുഞ്ഞികൃഷ്ണയുടെ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞ ആളുണ്ട്. പക്ഷെ ആ പറയുന്ന ആൾ ഇപ്പം കുഞ്ഞികൃഷ്ണൻ ഇപ്പൊ അവരെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോഴേക്ക് അത് രണ്ടും മാറിയിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണനായിട്ട് നമ്മുടെ നേതാവാണ്, അയാൾ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ അവരുടെ നേതാവാണ് സ്ഥാനാർത്ഥി പാളിയിട്ടുണ്ട് അവിടെ. അത് വോട്ട് എന്നാലും എനിക്ക് തോന്നുന്നു ഈ എന്താവുന്ന അത് നമുക്ക് പറയാൻ വേണ്ടി വരും. പക്ഷെ അവിടെ കുറെ ഓരോ ഭൂരിപക്ഷവും CPMന് ഉത്തരം പറയേണ്ട ഒരു കാര്യമായിട്ട് വരും. ഈ തളിപ്പറമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്നത് നേതാവ് ഒരു വലിയ 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. ഈ 2 കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും TK ഗോവിന്ദൻ 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് മാറി വരുന്നത്. അത് കണ്ണൂർ CPM ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം മനു തോമസ് എന്ന് പറഞ്ഞ മുൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റ്, CPM ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ പരസ്യമായിട്ട് തുറന്നെഴുതി തുടങ്ങിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അദ്ദേഹം കുഞ്ഞികൃഷ്ണന്റെ പ്രചാരണ വേദിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അവിടെ എനിക്ക് നേതൃത്വം ഒന്ന് ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി അത് കേഡർ വോട്ടുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പാർട്ടി കഴിയായിരിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടി ഉണ്ട്, അത് CPMന്റെ കാര്യമാണ്, അവർ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. പക്ഷേ അത് ഈ 2 തളിപ്പറമ്പിൽ വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നതില്ല. അവിടുത്തെ വോട്ട് എങ്ങനെ മാറുന്നു എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷേ പയ്യന്നൂരിൽ വോട്ട് കുറയുകയാണെങ്കിൽ അത് ഒന്ന് പാർട്ടികൾ തിരിച്ചടിയായിരിക്കും, CPM തിരിച്ചടിയായിരിക്കും, സംശയമില്ല. തൃശ്ശൂരിൽ നമ്മൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസം സംഭവിച്ചിരിക്കുകയാണ്. കിറ്റ് വിതരണം. അത് വോട്ടിന് പണം കൊടുക്കുക, അതുപോലെ കിറ്റ് വിതരണം ചെയ്യുക. നമുക്ക് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ പോയാൽ വളരെ വ്യാപകമായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ബോർഡർ ഏരിയയിൽ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ദരിദ്രമായ ചില മേഖലകളിലൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതായിട്ട് ആരോപണങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇത് ഇത്ര ഓപ്പൺ ആവുകയും വളരെ സാധാരണ വന്ന പോലെ ഒരു കിറ്റൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നിർമ്മിച്ചു അത് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ അപൂർവമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതി വന്നിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു പലപ്പോഴും നേരത്തെ ഈ കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പലപ്പോഴായിട്ട് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പല മണ്ഡലങ്ങൾ, കോട്ടയത്തെ പല മണ്ഡലങ്ങളിൽ സാരി വിതരണത്തിനായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കേരളത്തിലൊന്നും കേട്ടുകളില്ലാത്ത വിഷയങ്ങളാണ് ഇങ്ങനെ വരുന്നത്. അതൊക്കെ വോട്ടാവെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്പർ 1 കേരളം, സാക്ഷരത കേരളം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു ഇതായിട്ട് മാറുന്ന എനിക്ക് തോന്നുന്നുള്ളത്. അപ്പോൾ അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നേതാക്കളെ പിടിച്ചു പറഞ്ഞുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അതൊരു നല്ല ഈ പറഞ്ഞ പോലെ വോട്ടർമാർ സ്വാധീനിക്കാൻ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ സമയത്ത് ചെറുതായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ്. പക്ഷെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം തോൽക്കും എന്ന കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴത് ജാഗ്രത വരാൻ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഒരു പ്രത്യേകതരത്തിലുള്ള ഇടപെടലുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു നമുക്ക് കാണുന്നത്. പേരാവൂരിൽ സുധാകരൻ മറ്റേ സണ്ണി ജോസഫ് ഒരു കത്തയച്ചു എന്നുള്ളൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്.
അതൊരു തരക്കേടില്ലാത്തൊരു വിഷയമായിട്ട് അത് തുടർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. കുറച്ച് നാളായിട്ട് പ്രചാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ ഉള്ള വിഷയമാണ് സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൽ ഇപ്പം ഏറ്റവും കത്തിനെതിരെ KPC പ്രസിഡന്റ് ഇപ്പം പരാതികൾ നൽകിയിട്ടുണ്ട്, വ്യാജ കത്ത് പ്രചരിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDF കോൺഗ്രസിനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയത് സുധാകരന്റെ കണ്ണൂർ സീറ്റ് മോഹവും വിവാദങ്ങളും വിഷയവും തന്നെയാണ്. ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോഴും അത് അതേ തീവ്രതയിൽ നിൽക്കുന്നുണ്ട് തന്നെയാണ്. അപ്പം പേരാവൂരിൽ ഈ പറഞ്ഞ സണ്ണി ജോസഫിന്റെ ഒക്കെ വിധി എന്തായിരിക്കും എന്ന് സുധാകരന്റെ കയ്യിൽ തന്നെയാണ്. കണ്ണൂരിലെ വിധി എന്തായാലും സുധാകരന്റെ കയ്യിൽ തന്നെയാണ്, കോൺഗ്രസിന്റെ വിധി. അത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പം അത് അവരെ കോൺഗ്രസിന്റെ വോട്ടർമാരെ ബാധിക്കും. ഈ പറഞ്ഞ പോലെ പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും നേതാക്കൾ എത്രത്തോളം ജനകീയതയുള്ള ജനതാക്കളെന്ന് അറിയില്ല. പക്ഷെ കണ്ണൂർ സുധാകരൻ കോൺഗ്രസിലുള്ള ജനകീയത അതിന് യാതൊരു സംശയമില്ലാത്തതാണ്. അപ്പം അയാളെ മാറ്റി നിർത്തിയതാണെന്നുള്ളൊരു പ്രതീതി വന്നാൽ അതിൻ്റെ സണ്ണി ജോസഫ് ശൈലടിച്ച മുമ്പോട് ചിലപ്പം വീഴേണ്ടി വരും അവസ്ഥ കൂടി ഉണ്ടായേക്കും. അത് വലിയൊരു വില നൽകേണ്ടി വരും. അതിപ്പോൾ എന്താണെങ്കിലും കോൺഗ്രസിനെ നോക്കേണ്ടി വരും. അത് കോൺഗ്രസിനെ തലവേദനയിലാക്കിയ ഒരു നേതാവ് ഇപ്പം പറഞ്ഞ പോലെ അത് കത്തിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് കോൺഗ്രസ് വോട്ടർമാർക്കിൽ ചർച്ചയാവും, അല്ലാണ്ട് മറ്റൊരിടത്തേക്ക് വരുമ്പോൾ അതിൽ വർഷം ഉണ്ടാവില്ല. അങ്ങനെ സംഭവം ബഹുലമായിരുന്നു ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടം. പല വിഷയങ്ങളായിട്ട് വന്നിട്ട് അതിൽ മാധ്യമങ്ങൾ നടന്ന അവസാന ഘട്ടത്തിൽ പിന്നെ ഒരു ഈ പ്രളയത്തിന്റെ വിഷയം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിഷയമാണെന്നൊക്കെ പറഞ്ഞ ആൾ മാറ്റുന്നുണ്ട്. അത് വയനാട് ഫണ്ട് വിവാദത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വിഷയം തന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ എനിക്കൊന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതിൽ സ്ഥാനാർത്ഥികളും എല്ലാവരും പിന്നെ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മത്സരത്തിന്റെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് സുരാജാണെന്ന് എൻ്റെ വ്യക്തിപരമായ അവസരം. കാരണം ഈ നേരത്തെ നിന്ന് ഫണ്ട് എവിടെ വീട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ശവന്തൂക്ക് എന്നുള്ള ഒറ്റ പ്രായം കൊണ്ട് നേരത്തെ പിതൃശൂന്യം എന്നുള്ളൊരു വാക്കും സംഭാവന ചെയ്തത് സുരാജ് തന്നെയാണ്, മാധ്യമപ്രവർത്തകരുടെ ഫണ്ട്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ട് ഈ ശവന്തൂക്കുന്നതിൽ ഒരു വാക്കും കൂടിയുള്ള സംഭാവന ചെയ്തപ്പോൾ അതിൻ്റെ മുന്നിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാധാരണ നമ്മൾ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഉയർത്തേണ്ടത് അല്ലെങ്കിൽ ഭരണവിരുദ്ധത്തിൻ്റെ സർക്കാരിനെതിരെ അഴിമതി വിഷയങ്ങൾ ഉയർത്തേണ്ട കോൺഗ്രസ് ഇപ്പം ഞങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ കിട്ടായിട്ടാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്കാണ് പോയി നിൽക്കുന്നത്. ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധത്തിലാവേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിന് വഴിയൊരുക്കിയത് സ്വരാജ് തന്നെയാണ്. ഇനി ബാക്കി പോളിംഗ് ബൂത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് മെയ് 4 അറിയാൻ വേണ്ടി പറ്റും. അടിയൊഴുക്കുകൾ എങ്ങനെയാണ്, ഡീൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.